ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു കോൺഗ്രസ് എന്നുള്ളതൊരു ഫാക്ടറായി മാറുമോ? അതായത് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വാങ്ങുന്ന, അതായത് ആം ആദ്മി പാർട്ടിക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് കുറച്ചെങ്കിലും ഷിഫ്റ്റ് ചെയ്താൽ അത് BJPക്ക് ഗുണകരമാകും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? നവീൻ എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? നവീൻ ജി നാദമണി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്താണ് നവീന്റെ ഒരു വിലയിരുത്തൽ? ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ക്ലിയർ എഡ്ജ് എന്ന് പറയുന്നില്ല ആരും. അല്ല, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അധികാരത്തിലേക്ക് വരുവാൻ ആവശ്യമായ സീറ്റുകൾ ലഭിക്കുമെന്നും അത് 50-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ യാതൊരു കുറവും ഇതേവരെ സംഭവിച്ചിട്ടില്ല. കൃത്യമായി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടി സ്വാഭാവികമായിട്ടും മികച്ച വിജയം ഡൽഹിയിൽ നേടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ പൂർണ്ണമായിട്ട് പോകുന്നതെങ്കിലും എക്സിറ്റ് പോളിന്റെ വിവരങ്ങൾ കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. 400-നോട് അടുത്ത സീറ്റുകൾ BJP നേടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള എക്സിറ്റ് പോളുകളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ നടത്തുകയും അവസാനം BJP അധികാരത്തിൽ എത്തുവാനായിട്ട് നിതീഷ് കുമാറിന്റെയും അതേപോലെ ചന്ദ്രബാബു നായിഡുവിന്റെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലെത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലോട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ എക്സിറ്റ് പോൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ആം ആദ്മി പാർട്ടി പരാജയപ്പെടാമെന്നുള്ള തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റുകളെ മുഴുവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. ആരൊക്കെയാണ് ബന്ധപ്പെടുന്നത്, ഏതൊക്കെ MLA-മാരെയാണ് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുത്തതെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് BJP അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ മനോഹരമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ കശാപ്പ് എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ സാധിക്കത്തുള്ളൂ. ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങളും ഇന്ത്യൻ ജനാധിപത്യം പ്രതീക്ഷിക്കുന്ന, ഇന്ത്യയിലെ ജനത പ്രതീക്ഷിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ BJP നടത്തുവാണെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ടേമുകളിൽ നടന്ന ഇലക്ഷനുകൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ആ ജനാധിപത്യത്തിന്റെ കശാപ്പ് ഒരു ഭാഗത്ത് നടത്തുമ്പോൾ, ആ കശാപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ, ആ കശാപ്പ് നടത്താനുള്ള ശ്രമങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ വസന്തം ഡൽഹിയിൽ വിരിഞ്ഞു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മാത്യു ആന്റണി കൂടി ചേരുകയാണ്. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ്. ശ്രീ മാത്യു ആന്റണി, ഒരു സീറ്റെങ്കിലും കിട്ടുമോ കോൺഗ്രസിന്? ജനറൽ സെക്രട്ടറി അല്ല, ഞാൻ ജോയിന്റ് സെക്രട്ടറി. ഡൽഹിയുടെ സുവർണകാലം എന്ന് പറയുന്നത് 1998 തൊട്ട് 2013 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ ഡൽഹി നോക്കിക്കഴിഞ്ഞാലും അപ്പോഴത്തെ ഡൽഹി നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ വികസനങ്ങളും കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ, ഷീലാ ദീക്ഷിതിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒബ്സർവറായിട്ട് വന്നേക്കുന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു BJPക്ക് കഴിവും മുതലും ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. ജനാധിപത്യമല്ല, കഴിവും മുതലും, ഭീഷണി, സമ്പത്ത്, അളവില്ലാത്ത സമ്പത്ത്, അത് ക്രമക്കേടുകളിൽ കൂടി മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അഴിമതിയിൽ കൂടി മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത്, ഇതെല്ലാം വെച്ചിട്ടാണ് അവരവിടെ സർക്കാർ ഉണ്ടാക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ താമസമാക്കിയിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെ ഡൽഹിയിൽ താമസിക്കുന്ന എല്ലാവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ശരി, എല്ലാവരും പറയുന്നത് കോൺഗ്രസിന്റെ സമയത്താണ് ഇവിടെ വികസനം ഉണ്ടായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് 2013-ലും 2014-ലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു, അല്ലാതെ ഡൽഹി സർക്കാരിനെതിരെയുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നില്ല. 27 വർഷമായിട്ട് BJP ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ 11 കൊല്ലമായി BJP കേന്ദ്രത്തിൽ ഭരണമുണ്ട്. രാഷ്ട്രീയ സങ്കീർണതകൾ മുഴുവൻ ഉടലെടുത്തിരിക്കുന്ന ഒരു പ്രദേശമാണ് ഡൽഹി. കേന്ദ്ര സർക്കാരുണ്ട്, ഡൽഹി സർക്കാരുണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്, പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏജൻസികൾക്കും ഡൽഹിയിൽ അധികാരങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏറ്റവും മനോഹരമായി അവിടെ നിർവഹിച്ചത് കോൺഗ്രസ് സർക്കാരായിരുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കുറേ അധികം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇല്ലാത്ത അഴിമതികൾ, 2G എല്ലാം ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ആരോപിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ വന്നത്. 40% ഡൽഹിയിലെ സീറ്റുകൾ അൺഓതറൈസ്ഡ് കോളനീസിലായിരിക്കുന്നത്. അവിടെ നിന്നാണ് കെജ്രിവാൾ അവരുടെ ശക്തമായ തേരോട്ടം ഉണ്ടാക്കിയത്, 2015-ൽ ഉണ്ടാക്കിയത്. അത് അവർ നിലനിർത്തി പോരുന്നു. ഇപ്പോൾ കെജ്രിവാളിനെതിരെ ശക്തമായിട്ടുള്ള വികാരമുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്. അതുകൂടാതെ വായു മലിനീകരണം ഒരു വലിയ വിഷയമാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവർക്ക് അത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചു. ഇതെല്ലാം ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് BJPയും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും ഇരുന്നിരുന്നത്. ഇതിനൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമോ അല്ലെങ്കിൽ താൽക്കാലിക പരിഹാരമോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പഞ്ചാബിലാണെങ്കിൽ പോലും
ആം ആദ്മി പാർട്ടി വന്നിട്ട് അവിടെ നിന്നുള്ള സ്റ്റേബിൾ ബേൺസോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മലിനീകരണമോ നിർത്താനായിട്ടും സാധിച്ചിട്ടില്ല. ഇതെല്ലാം പക്ഷേ ഇതിന്റെ കോൺഗ്രസ് ഇങ്ങനെ ആരോപിക്കുമ്പോൾ ഇതിന്റെ എല്ലാം നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ആരാണ്? അല്ലെ രാകേഷ്, അത് BJP ആണ്. സ്വാഭാവികമായിട്ടും BJP ആണ് അതിന്റെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. കോൺഗ്രസ് അവിടെ ഒരു ഫാക്ടർ ആവുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് മാത്രമല്ലേ പറയാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ BJPയെ ഭരണത്തിൽ എത്തിക്കാതിരിക്കാൻ തടയുവാനുള്ള ഒരു ഫാക്ടറായിട്ട് മാറുവാൻ കോൺഗ്രസിന് ഡൽഹിയിൽ കഴിയില്ലല്ലോ ശ്രീ മാത്യു ആന്റണി. കോൺഗ്രസിന്റെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലെ പ്രകടനം മികച്ച പ്രകടനമായിരിക്കും. കഴിഞ്ഞ 2 തവണത്തെക്കാട്ടിലും മികച്ച പ്രകടനമായിരിക്കും. ഞങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകളിലെ ബാക്കിയുള്ളൂ. നമുക്കത് അപ്പോൾ കാണാം. ഇപ്പോൾ പി കൃഷ്ണദാസ് കൂടി ചേരുകയാണ്, BJP നേതാവ്. ശ്രീ കൃഷ്ണദാസ്, ഡൽഹിയിൽ അധികാരത്തിലെത്താൻ വരാത്തത് BJPക്ക് ഒരു നാണക്കേടാണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പോലും വിശേഷിപ്പിക്കുന്ന BJPക്ക് രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ 27 വർഷമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. അതുകൊണ്ടാണല്ലോ ഏത് രീതിയിലും ഇത്തവണ BJP ഭരണം പിടിക്കുമെന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നത്. അതാണ് ഈ ഹോഴ്സ് ട്രേഡിംഗിലേക്ക് പോകുന്നത്, ഓപ്പറേഷൻ ലോട്ടസിലേക്ക് പോകുമെന്നുള്ള വിലയിരുത്തൽ വരുന്നത്. പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അതിങ്ങനെ വിലയിരുത്തലുകളിൽ ഇങ്ങനെ മോശമായിരുന്നു എന്നൊക്കെ പറയാമെങ്കിലും ഡൽഹി ജനത അവരെ കൈവിടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞങ്ങൾക്ക് ഭരണം കിട്ടാത്തതിൽ ഒരു നാണക്കേടും ഞങ്ങൾക്കില്ല. ജനങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഭരണത്തിൽ വരും. പിന്നെ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ശ്രീ സന്തോഷ് തുടങ്ങി വെക്കുകയും നവീൻ കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിക്കുകയും ശ്രീ മാത്യു അത് അവസാനിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അങ്ങയുടെ ഇൻട്രൊഡക്ഷനും കൂടി ആയപ്പോൾ അവിടെ എന്തോ വലിയ തരത്തിൽ ആളുകളെയൊക്കെ മേടിച്ച് BJP സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ധരിക്കുക. ഞാൻ ഒരു കണക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 93-ലാണല്ലോ സർക്കാർ ഉണ്ടാക്കുന്നത്. 56 മുതൽ 93 വരെ ഡൽഹിയിൽ സർക്കാരില്ലല്ലോ. ആ 93-ൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നത് BJP ആണ്, 49 സീറ്റ്. കോൺഗ്രസിന് അന്ന് 15 സീറ്റ്. 98-ൽ BJPക്ക് 52 സീറ്റ്, കോൺഗ്രസിന് 52 സീറ്റ്, BJPക്ക് 15 സീറ്റ്. 2003-ൽ കോൺഗ്രസിന് 47 സീറ്റ്, BJPക്ക് 20 സീറ്റ്. 2008-ൽ കോൺഗ്രസിന് 43 സീറ്റ്, BJPക്ക് 23 സീറ്റ്. അപ്പോഴൊന്നും യാതൊരു പ്രശ്നവുമില്ല, ഒരു കുതിര കച്ചവടവും ഇല്ല, ഒരു സമ്പത്തും ഇല്ല, ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കെല്ലാം ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 2013-ലെ സ്ഥിതി ഒന്ന് ആലോചിക്കണമല്ലോ. ഇപ്പോ വലിയ അഴിമതി വലിയ തരത്തിൽ ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നു. ഇതാണല്ലോ അങ്ങടക്കമുള്ള ആളുകൾ. അങ്ങൊരു ആങ്കർ ആണല്ലോ അവിടുന്ന് ഡൽഹിയിൽ നിന്നുള്ള ഡൽഹിയിലെ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചല്ലോ. 15 കോടിയല്ലേ, 15 കോടിയൊക്കെ ഓഫർ ചെയ്തു എന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. അല്ല, എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. സോറി. അല്ല, ഞാൻ അവിടുത്തെ ഒരു പരാതി പറഞ്ഞതാണ്. അവിടുത്തെ പരാതി ആം ആദ്മിയുടെ ആളുകൾ കാണിക്കുന്ന കള്ളത്തരത്തിനും അവര് കാണിക്കുന്ന പരാതികൾക്കും ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതി അതെന്താന്ന് പറയാതിരുന്നു? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്താ ധരിക്കുക? ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസ് പോയാലോട് അന്വേഷിക്കാൻ, എന്താ അകത്ത് കയറ്റിയില്ലല്ലോ. അപ്പൊ കള്ളത്തരവും മണ്ടത്തരവും അതിന് മുൻപ് ഒരു ഇൻട്രൊഡക്ഷനും ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ശ്രമങ്ങൾക്ക് നിങ്ങൾ കൂട്ടുപിടിക്കരുത്. ഞാൻ 2013-ലെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2013-ൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് 28, BJPയുടെ സീറ്റ് 32. അന്ന് കേന്ദ്രത്തിൽ ഭരണമില്ലല്ലോ BJPക്ക്. BJP പുറത്തു വെക്കാണല്ലോ. കോൺഗ്രസ് ഭരിക്കാണല്ലോ ഇന്ത്യ. 2003 മുതൽ 2004 മുതൽ 2014 വരെ കോൺഗ്രസിന്റെ കയ്യിലാണല്ലോ ഇന്ത്യ ഇരിക്കുന്നത്. ആ സ്ഥലത്ത് അന്ന് ഡൽഹിയിലും BJPക്ക് ഭരണമില്ലല്ലോ. BJP അല്ലല്ലോ ഡൽഹി ഭരിക്കുന്നത്. അന്ന് BJPയുടെ സീറ്റ് 32, ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് 28, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റ് 8. ആരാരെയാ വിലക്ക് വാങ്ങിയത്? BJP ആണോ?